ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയർ മോട്ടോക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു യമഹ ഫാസിനോ ആൽഫ റൈസെറ്റാർ പോലത്തെ വണ്ടികളിലൊക്കെ നമുക്ക് ക്ലച്ചിനുള്ളിൽ വൈബ്രേഷൻ വരുന്നതിന് നമ്മൾ എന്താണ് മാറേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് മാറാനുള്ള സാധനമാണ് ഈ വേരിയന്റിൻ്റെ ബോഡിയും ഈ ബോഡിക്കുള്ളിൽ കിടക്കുന്ന ഈ ബുഷുകളും. ഈ ബുഷുകളുടെ തേയ്മാനം വരുമ്പോഴാണ് വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ വരാനുള്ള കാരണം ഈ ഒരു ബുഷും ബോഡിക്കും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളിൽ ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. ആക്റ്റീവകൾക്കും ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കേസാണ്. അതുപോലെ സ്കൂട്ടർ സെഗ്മെന്റിലുള്ള എല്ലാ വണ്ടികളിലും നമുക്ക് വൈബ്രേഷൻ കണ്ടുവരുന്നത് ഹാൻഡിൽ, ബോഡി, ഈ വക കാര്യങ്ങൾ കംപ്ലീറ്റ് കിടന്നൊരു വൈബ്രേഷൻ ചെയ്യണം. തേരിയൊക്കെ കയറുന്ന സമയത്താണ് ഈ ഒരു കംപ്ലൈൻറ്റ് കൂടുതലും കാണിക്കാറ്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പുതിയ സാധനമാണ് നമ്മൾ മേടിച്ചേക്കണം. എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെ മാക്സിമം മാറാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പുതിയ ബോഡിയാണ് അത്. ഈ ബോഡി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബോഡിയാണ്, ഒറിജിനൽ പാർട്സ് ആണ്. അതുപോലെ തന്നെ ഈ ബുഷുകളും ഒറിജിനലാണ് നമ്മൾ യൂസ് ചെയ്യണം. ഒരു കാരണവശാലും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ലീഫ് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ലീഫ് പുതിയ ലീഫാണ് നമ്മൾ മാറുന്നത്. അതുപോലെ തന്നെ വി സ്ലൈഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേറ്റും അതിൻ്റെ ഈ ഒരു വി സ്ലൈഡും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യണം അങ്ങനെ നോക്കാം. നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ബുഷാണ്. ഇതിൽ നമുക്ക് ഇടുന്നത് ഇതിൽ രണ്ട് സൈഡുണ്ട്. ഇതിലൊരു വട്ടം കൂടിയ സൈഡും ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു വട്ടം കുറഞ്ഞൊരു സൈഡും കാണാൻ പറ്റും. നമുക്ക് വട്ടം കൂടിയ സൈഡാണ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഇടുന്നത്. ക്രാങ്ക് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് വേണം ഈ ഒരു മാർക്കിങ് വരാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേറ്റ് ഇതിനുള്ളിൽ അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബുഷാണ്. ഈ ഒരു ബുഷ് നമ്മൾ പുതിയത് മേടിച്ചതാണ്. ഈ ഒരു ബുഷും കൂടി എന്തായാലും മാറാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനുള്ളിൽ നമുക്ക് ഇവിടെ ഒരു പ്ലേ വരും. ഈ ഒരു പ്ലേ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ചെറിയൊരു പ്ലേ നമുക്ക് എന്തായാലും കാണും. കൂടുതലായിട്ട് പ്ലേ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ബോഡി പുതിയ നിങ്ങൾ മേടിച്ച് മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ബുഷും കൂടി മാറണം. എന്നാലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള വൈബ്രേഷൻ മാറുള്ളൂ. അതിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ ബെൽറ്റ് ഇതിൽ സെറ്റ് ചെയ്യണം. ബെൽറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആരോ മാർക്കാണ്. ഈ ഒരു ആരോ മാർക്കിന് കറക്റ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് തന്നെ വരണം. ചിലർ ഇതിനെ തല തിരിച്ച് ഈ ഒരു പോർഷനിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈബ്രേഷൻ കൂടുതൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റുകൾ യമഹയുടെ മെയിൻ മെത്തഡായിട്ട് വരുന്ന ഒരു ബെൽറ്റിൻ്റെ ടൈമിംഗ് ആണ് ഈ ഒരു ഫ്രണ്ടിലോട്ട് ഇടേണ്ടത് എന്നുള്ളൊരു കാര്യം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. ഈ ഒരു ടിക്കറിന്റെ റാച്ചറ്റാണ്. ഇത് കഴിഞ്ഞ് നമുക്കൊരു വാഷറും അതിലൊരു നെട്ടും വരുന്നുണ്ട്. ഇത് നമുക്ക് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബെൽറ്റ് ലൂസ് ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് വണ്ടി ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റിന് ഈ ഒരു ഭാഗത്ത് നല്ല ടെമ്പർ ആയിട്ടുണ്ട്. ഈ ചില വണ്ടികളിൽ ഈ ബെൽറ്റ് ലൂസായി കിടക്കും. ലൂസായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈബ്രേഷൻ ഉണ്ടാവാറുണ്ട്. ലൂസായി കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റുകൾ യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ലൂസായി കിടക്കുന്ന ഒരു പ്രശ്നം കണ്ടുവരാറ് ബെൽറ്റിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.